ഹായ് ഓൾ, വെൽക്കം ടു നോസി സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളായിട്ട് PSC ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ സീരീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി മുതൽ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസും കൂടെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ നവംബർ മാസത്തെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നവംബർ നോക്കാം, അതിനുശേഷം ബാക്കിലോട്ടുള്ള എല്ലാ മാസങ്ങളെയും നോക്കാം. റീസെൻ്റായിട്ട് നടന്നതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. ആദ്യം നവംബറിൽ നോക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ പുറകോട്ടുള്ള മാസങ്ങളിൽ നോക്കി പോവാം. ഇന്ന് നവംബർ മാസത്തെ നമുക്ക് പഠിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് ഇത്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് ഇത്, തിരുവനന്തപുരം. അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളും കൂടെ ഞാൻ PYQs റിലേറ്റഡ് ഫാക്ട്സിൽ പറഞ്ഞിട്ടുണ്ട്, 2 വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഒക്കെ പഠിച്ചിരിക്കണേ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. അപ്പോൾ തിരുത്ത് എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? NS മാധവൻ്റെയാണ്. NS മാധവൻ്റെ കൃതിയാണ് തിരുത്ത്. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ്. അടുത്തത് 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി നമ്മുടെ സഞ്ജു വി സാംസൺ. പോയിന്റ് എന്താണ്? 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ഇന്ത്യൻ താരമാണ് മലയാളിയായിട്ടുള്ള സഞ്ജു വി സാംസൺ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. ഓർത്തിരിക്കണേ, ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിനാണ് സാമന്ത ഹാർവിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം 2024 ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് സാമന്ത ഹാർവിക്ക്. ഏതാണ് കൃതി? നോവൽ ഏതാണ്? ഓർബിറ്റൽ ആണ്. അടുത്തത് 29ാം UN കാലാവസ്ഥ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങി. അപ്പോൾ 29ാമത്തെ UN കാലാവസ്ഥ ഉച്ചകോടി COP29 കേട്ടോ, അസർബൈജാനിലാണ്, ബാക്കുവിൽ കേട്ടോ, അസർബൈജാൻ ബാക്കു. അടുത്തത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സംസ്ഥാന സ്കൂൾ കായികമേള എവിടെ വെച്ചാണ് നടന്നത്? കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. ചിഹ്നം എന്തായിരുന്നു? തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. തക്കുടു എന്ന അണ്ണാറക്കണ്ണനായിരുന്നു. തക്കുടു ആയിരുന്നു കേട്ടോ ചിഹ്നം. തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ മലപ്പുറത്തിനാണ് കിരീടം കിട്ടിയത്. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS എന്ന സ്കൂളിനാണ് കേട്ടോ അത്ലറ്റിക്സിൽ കിരീടം നേടിയത്. അവരാണ് ചാമ്പ്യന്മാരായത് അത്ലറ്റിക്സിൽ. അടുത്തത് ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SD ബിജുവിനാണ്. ഡോക്ടർ SD ബിജുവിനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SD ബിജുവിനാണ് ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിനാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ MG ശശിഭൂഷണാണ്. ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണ്. അടുത്തത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. അപ്പോൾ ഇതോർത്തിരിക്കണം,
കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരമായ ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ഠേങ്ഡി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലീമിസിനും ലഭിച്ചു. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ഠേങ്ഡി പുരസ്കാരം ആർക്കൊക്കെയാണ്? മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസിനും ലഭിച്ചു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തു. തായ്ലൻഡ് വിദേശകാര്യമന്ത്രി ആരാണ്? മാരിസ് സംഗിയാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ മാരിസ് സംഗിയാപോങ്സ് ഏത് രാജ്യത്തെ വിദേശകാര്യമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ അത് തായ്ലൻഡ് ആണ് കേട്ടോ. തായ്ലൻഡ്. അടുത്തത്, അങ്ങനെ ട്രംപ് വിജയിച്ചിരിക്കുകയാണ് അല്ലേ. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എന്താണ്? അമേരിക്കയുടെ 47ാം പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡൻ്റാകുന്ന പ്രായം കൂടിയ ആളാണ്. US പ്രസിഡൻ്റാകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. തുടർച്ചയായിട്ടല്ല, പക്ഷെ വീണ്ടും 130 വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കേട്ടോ. റിപ്പബ്ലിക്കൻ പാർട്ടി. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI കേട്ടോ. TOI 6651 എന്നാണ് ഈ ഗ്രഹത്തിന് 51b എന്നാണ് ഈ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. അടുത്തത്, കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല. ഓർത്തിരിക്കണേ, കുഴിബോംബ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഏകവല്യ എന്ന ഡ്രോൺ വികസിപ്പിച്ചത് എന്തിനാണ്? കുഴിബോംബ് കണ്ടുപിടിക്കാനായിട്ട്. ഏകലവ്യ ഓർത്തിരിക്കണം. അടുത്തത്, ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ഏതാണ്? ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ്. സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട്. അടുത്തത്, സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്ലാസ്മയുടെ പുറന്തള്ളലാണ്. കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്
എന്താണ്? സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ ഏതാണ്? വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണം. പ്രതിരോധ സെക്രട്ടറി ആയിട്ട് രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യുവാൻ ആവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. പൊതുനന്മയ്ക്കായിട്ട് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകുകയില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും ഏത് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്? കേരള ഹൈക്കോടതി. അടുത്തത് കേരള പ്രഭാ പുരസ്കാരമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2024 ആദ്യം തന്നെ നമുക്ക് കേരള ജ്യോതി പുരസ്കാരം നോക്കാം. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിനാണ്. ഇദ്ദേഹം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. MK സാനു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് MK സാനുവിനാണ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. കർമ്മഗതി എന്താണ്? കർമ്മഗതി ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. ഓർത്തിരിക്കണം. അടുത്തത് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. ISRO ചെയർമാനായ S സോമനാഥനും ജൈവ കർഷകയായ ഭുവനേശ്വരിക്കുമാണ് കേട്ടോ. ശാസ്ത്ര സാങ്കേതികം എന്ന വിഭാഗത്തിൽ S സോമനാഥിനും ജൈവ കർഷകയായ ഭുവനേശ്വരിക്ക് കൃഷി എന്ന മേഖലയ്ക്കുമാണ് ഇത് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേരള ജ്യോതി പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് കലാമണ്ഡലം വിമല മേനോൻ, മേഖല കലയാണ്. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ ഏത് മേഖലയാണ്? കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാ വർക്കർ എന്നീ മേഖലയിലാണ്. ഷൈജ ബേബിക്ക് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്, S സോമനാഥിനും ഭുവനേശ്വരിക്കും. ബാക്കി എല്ലാവർക്കും കേരള ശ്രീ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. എത്ര പേർക്കാണ്? 6 പേർക്ക്. വിമല മേനോൻ, TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് വ്യവസായം വാണിജ്യം എന്ന മേഖലയിലാണ് VK മാത്യൂസിന് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേരള അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ബാലൻഡോർ പുരസ്കാരമാണ് കേട്ടോ. 2024 ബാലൻഡോർ പുരസ്കാര ജേതാക്കളെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച പുരുഷ താരം റോഡ്രിയാണ് കേട്ടോ. മികച്ച പുരുഷ താരം ആരാണ്? റോഡ്രിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായിട്ടുള്ള റോഡ്രിയാണ് മികച്ച പുരുഷ താരം. സ്പെയിനാണ് സ്വദേശം. അടുത്തത് മികച്ച വനിതാ താരം ഐറ്റേന ബോൺമാട്ടി. സുപരിചിതമായിട്ടുള്ള പേരാണല്ലേ. ഐറ്റേന ബോൺമാട്ടിക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഐറ്റേന ബോൺമാട്ടി. സ്പെയിനാണ് സ്വദേശം. ബാഴ്സലോണയാണ് ടീം. മികച്ച പരിശീലകൻ കാർലോ അൻസലോട്ടിയാണ് കേട്ടോ. കാർലോ അൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ. റോയൽ മാഡ്രിഡിൻ്റെ പരിശീലകനായിട്ടുള്ള കാർലോ അൻസലോട്ടിയാണ് മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച പരിശീലക എമ്മ ഹയസ് ആണ് കേട്ടോ. US വനിതാ ടീമിൻ്റെ എമ്മ ഹയസിനാണ് മികച്ച പരിശീലകയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. എമ്മ ഹയസ്. മികച്ച യുവതാരം ലാമിൻ യമാലാണ്. ബാഴ്സലോണ ടീമിലെ ലാമിൻ യമാലാണ് മികച്ച യുവതാരം ലാമിൻ യമാൽ. ടോപ്പ് സ്കോറേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ. കിലിയൻ എംബാപ്പയും ഹാരി കെയ്നുമാണ് ടോപ്പ് സ്കോറേഴ്സ്. അടുത്തത് മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. നമുക്കറിയാലോ എമിലിയാനോ മാർട്ടിനസ്
അർജൻറ്റീനയാണ് സ്വദേശം, ആസ്റ്റൺ വില്ലയാണ് കേട്ടോ ടീം. എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച ഗോൾ കീപ്പറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജെന്നിഫർ ഹെർമോസോ. സ്പെയിൻ താരമായിട്ടുള്ള ജെന്നിഫർ ഹെർമോസോയ്ക്കാണ് കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച പുരുഷ ടീം റോയൽ മാഡ്രിഡ് ആണ്. മികച്ച വനിതാ ടീം ബാഴ്സലോണയാണ്. ഓക്കെ അല്ലേ? അടുത്തത്, സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. ക്വിൻസി ജോൺസ് കേട്ടോ. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാം നാരായൺ അന്തരിച്ചു. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാം നാരായൺ അന്തരിച്ചു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. ആരാണ്? സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടനായ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. ആരാണ്? വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമാ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമാ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൺ അന്തരിച്ചു. കിക്കി ഹക്കൻസൺ ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൺ അന്തരിച്ചു. അടുത്തത്, ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാന ജേതാക്കൾ. നൊബേൽ പ്രൈസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ PYQs ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ അതിലും പറഞ്ഞിട്ടുള്ളതാണ്. സോ കാണാത്തവരാണെങ്കിൽ വീഡിയോ കണ്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. നമ്മൾ കോഡ് വെച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഡാരോൺ അസമുഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A റോബിൻസൺ എന്നിവർക്ക് ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാനം പങ്കിട്ടു. അടുത്തത്, ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. ജലസംരക്ഷണത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഏതാണ്? കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചു. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ദാപ്പറിന്. P ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം കൊടുത്തുവരുന്ന, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് തത്വചിന്തകനും എഴുത്തുകാരനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കൊടുത്തുവരുന്ന പുരസ്കാരമാണ് PG ദേശീയ പുരസ്കാരം. PG സംസ്കൃത കേന്ദ്രം കേട്ടോ. PG സംസ്കൃത കേന്ദ്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ PG ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എഴുത്തുകാരിയായിട്ടുള്ള റോമില ഥാപ്പറിനാണ് കേട്ടോ. റോമില ഥാപ്പറിനാണ്. ഓക്കെ. മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ്
സ്മാരക പുരസ്കാരത്തിന് ലോകസഭാ അംഗമായിട്ടുള്ള NK പ്രേമചന്ദ്രൻ അർഹനായി. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോകസഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണേത്? ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. അപ്പോൾ ഇ-മോചൻ ഓർത്തിരിക്കാം. ഈ വർഷത്തെ കേളപ്പ ജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് കേട്ടോ, ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഒഡീഷയിലും ഡാന ചുഴലിക്കാറ്റ് എവിടെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടമുണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. അപ്പോൾ ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ളയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഒമർ അബ്ദുള്ള. സുപ്രീം കോടതിയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായിട്ട് സഞ്ജീവ് ഖന്ന. അപ്പോൾ 51ാം ചീഫ് ജസ്റ്റിസായിട്ട് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു കേട്ടോ. 51ാം ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. 50ാമത്തത് DY ചന്ദ്രചൂഡായിരുന്നു. 51ാം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായി. വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായി. ഇനി ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായിട്ട് നിയമിച്ചു. ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായിട്ട് നിയമിച്ചു. ഇനി പരമേഷ് ശിവമണി തീരരക്ഷാസേനാ മേധാവിയായി. അപ്പോൾ തീരരക്ഷാസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? പരമേഷ് ശിവമണി. അടുത്തത് വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റായി ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റായിട്ട് ആരാണ്? ലുവോങ് കുവോങ് ആണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റ്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. അപ്പോൾ 16ാം ഉച്ചകോടി വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ബ്രിക്സിൻ്റെ 16ാമത്തെ ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കുന്നത്? റഷ്യൻ നഗരമായ കസാനിലാണ് നടക്കുന്നത്. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. നമ്മൾ ഇൻഡെക്സുകളുടെ സൂചികകളും ഇന്ത്യയുടെ സ്ഥാനവും എന്ന് പറയുന്ന വീഡിയോ ചെയ്തപ്പോൾ ലാഹോറിൻ്റെ പോയിന്റ് പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ് ഓർത്തിരിക്കണം? പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. ഇനി മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. എന്താണ്? മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായിട്ട് പ്രഖ്യാപിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ ദയാവധം എന്ന് പറയുന്ന നോവലിനാണ്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സന്ധ്യ ജയേഷ് പുളിമാത്തിനാണ്. നോവൽ ഏതാണ്? ദയാവധം. അടുത്തത് സംസ്ഥാനത്തെ ഇമ്പോർട്ടൻ്റ് ആണ്.
സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ആരാണ് നിയമിതനായത്? പ്രണബ് ജ്യോതിനാഥ്. പ്രണബ് ജ്യോതിനാഥിനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് സംസ്ഥാനത്ത് നിയമിച്ചത്. പ്രണബ് ജ്യോതിനാഥ്. അടുത്തത് വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിനാണ്. ആർക്കാണ്? ന്യൂസിലാൻഡിന്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പുയർത്തിയത്. അപ്പോൾ ആരെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയാണ്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ജേതാക്കൾ ആരാണ്? ന്യൂസിലാൻഡാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം അവാർഡ്. അപ്പോൾ ഹാൾ ഓഫ് ഫെയിം അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററായിട്ടുള്ള നീതു ഡേവിഡിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. ആരാണ്? വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9,000 തികച്ച ഇന്ത്യക്കാർ. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ്. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക് സ്വന്തമായി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക് സ്വന്തമായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അടുത്തത് സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. 2024 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെ. കേട്ടോ, 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെ. ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. പല രാജ്യങ്ങളിലും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. പല രാജ്യങ്ങളിലും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ആരല്ല? ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണ് എന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. 80,000 വർഷത്തിലൊരിക്കൽ ദൃശ്യമാകുന്ന ഷൂ ചിൻഷാൻ അറ്റ്ലസ്. എന്താണ് ഷൂ ചിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായിട്ട് 2 മാസത്തിലധികം താങ്ങേണ്ടി വന്ന സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സ്രഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. ആരാണ്? പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സ്രഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. കേട്ടോ, ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. അപ്പോൾ ഇത്രയാണ് നവംബറിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അടുത്ത മാസത്തെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലപോലെ പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്